മഹത്തരമായ നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാളിന് ശേഷം വരുന്ന ഞായറാഴ്ച പരിശുദ്ധ എവങ്കേലിയോൻ ഭാഗം നമ്മൾ വായിച്ച് കേട്ടത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 41 മുതൽ 52 വരെയുള്ള വേദഭാഗങ്ങളാണ്. നമ്മുടെ കർത്താവിൻ്റെ ബാല്യകാലത്തെപ്പറ്റി ആകെ സുവിശേഷം പറഞ്ഞു തരുന്ന ഒരു വേദഭാഗമാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം എന്ന് പറയുന്നത്. അതിനു മുമ്പ് അവർ മിസ്രൈമിലേക്ക് ഓടുന്നതും തിരിച്ച് നസറേത്തിൽ വന്ന് പാർക്കുന്നതും പിന്നീട് യോഹന്നാൻ സ്നാപകനാൽ കർത്താവ് മാമോദീസ ഏൽക്കുന്നതിൻ്റെയും ഇടയിലുള്ള യേശുക്രിസ്തുവിൻ്റെ ബാല്യകാലം ആകെ രേഖപ്പെടുത്തുന്ന ഭാഗം ഈ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായമാണ്. അതും 12-ാം വയസ്സിൽ യെരൂശലേം ദേവാലയത്തിലേക്ക് പോയ സംഗതി മാത്രമാണ് ലൂക്കോസ് എവങ്കേലിസ്ത രേഖപ്പെടുത്തുന്നത്. കർത്താവിൻ്റെ ബാല്യകാലത്ത് അവൻ എങ്ങനെയായിരുന്നെന്നൊന്നും സുവിശേഷകരൊന്നും രേഖപ്പെടുത്തുന്നില്ലെങ്കിലും വളരെ പ്രാധാന്യത്തോടുകൂടെ ക്രിസ്തുവിൻ്റെ ബാല്യകാലത്തെപ്പറ്റി വളരെ കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ് ലൂക്കോസ്. അവൻ 12 വയസ്സായപ്പോൾ അവൻ യെരൂശലേം ദേവാലയത്തിലേക്ക് മാതാപിതാക്കളോടൊപ്പം പോയി എന്ന്. പതിവ് പോലെ ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ മറ്റെല്ലാ കാര്യങ്ങളും അവൻ്റെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ മറ്റ് പല കാര്യങ്ങളും ഉണ്ടെങ്കിലും ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ അതിൻ്റെ ബാല്യകാലം അത് മറ്റെല്ലാ കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവൻ തൻ്റെ ബാല്യകാലത്ത് എങ്ങനെയൊക്കെ ആകണമോ അങ്ങനെയൊക്കെ ആകാം. പക്ഷേ ലൂക്കോസ് കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു കാര്യം, അവൻ പതിവ് പോലെ മാതാപിതാക്കളോടൊപ്പം ദേവാലയത്തിൽ പോയിരുന്നു എന്നുള്ളതാണ്. ബാല്യകാലത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട, ഇല്ലെങ്കിൽ ഓരോരുത്തരും അവരവരുടെ കുഞ്ഞുങ്ങളെ എത്രമാത്രം ശ്രദ്ധയോടെ ദൈവബന്ധത്തിൽ വളർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമെന്ന് ഈ വേദഭാഗം നമുക്ക് പറഞ്ഞു തരികയാണ്. 12 വയസ്സുള്ളപ്പോഴും ആ സമയത്ത് ഒരു കുഞ്ഞ് അതിൻ്റെ മനഃശാസ്ത്രപരമായ രീതിയിലൊക്കെ നമ്മൾ അന്വേഷിച്ചാൽ അറിയാം, ഈ ലോകത്തെ എത്രമാത്രം അത് മനസ്സിലാക്കുവാനുള്ള ഒരു കഴിവും ഈ ലോകത്തെ പറ്റിയുള്ള വളരെ വിമർശനാത്മകമായ ചിന്തകളും പല കാര്യങ്ങളോടും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രായമാണ് 12-13 വയസ്സുകളെന്നൊക്കെ പറയുന്നത്. ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങുകയാണ്. ഇവിടെയും അതുകൊണ്ടാണ് കർത്താവരോട് ചോദ്യം ചോദിച്ചു, അവരത് കണ്ടിട്ട് വിസ്മയിച്ചു എന്ന്. അപ്പോൾ ഓരോ കുഞ്ഞുങ്ങളും 12-13 ആ പ്രായം എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ചോദിച്ചും ചോദ്യങ്ങൾ ചെയ്തും ശരിയായത് ഏതെന്ന് കണ്ടുപിടിക്കുവാനുള്ള വളരെ അന്വേഷണത്തിന്റെ പ്രായമാണ് 12 വയസ്സെന്ന് പറയുന്നത്. ക്രിസ്തു അങ്ങനെ തന്നെയാണ്. ഇവിടെ 2 കാര്യങ്ങളെ മാത്രം ഓർപ്പിക്കുകയാണ്. ഈ മാതാപിതാക്കൾ പതിവ് പോലെ അവരുടെ മകനെയും കൂട്ടി യെരൂശലേം ദേവാലയത്തിലേക്ക് പോകുകയാണ്. ആരാധനാ താല്പര്യമുള്ള ഒരു കുടുംബമാണ് നസറേത്തിലെ കുടുംബം. നമ്മുടെ പ്രിമിയോൻ സദ്രായിലെ ഒരു പ്രാർത്ഥനയിൽ ഇങ്ങനെ ഉണ്ട്: കർത്താവേ, നസറേത്തിലെ ഭവനം പോലെ ഞങ്ങളുടെ ഭവനങ്ങളെ ആക്കി തീർക്കണമേ. നസറേത്തിലെ ഭവനത്തിൽ ജോസഫ് എങ്ങനെയായിരുന്നോ അങ്ങനെ ഞങ്ങളുടെ അപ്പന്മാരെ ആക്കി തീർക്കണമേ. നസറേത്തിലെ ഭവനത്തിൽ മറിയം എങ്ങനെയായിരുന്നുവോ അതുപോലെ ഞങ്ങളുടെ അമ്മമാരെ ആക്കി തീർക്കണമേ. നസറേത്തിലെ ഭവനത്തിൽ യേശു എങ്ങനെയായിരുന്നുവോ അതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആക്കി തീർക്കണമേ. നസറേത്തിലെ ഭവനമാണ് ഇത് ഐഡിയൽ ക്രിസ്ത്യൻ ഫാമിലി. കാരണം അവർ പതിവ് പോലെ അവർ ദേവാലയത്തിൽ പോയി. അവർ തന്നെയല്ല പോയത്, കൂട്ടത്തിൽ അവരുടെ മകനെയും കൈപിടിച്ചു കൊണ്ടുപോയി എന്നുള്ളത്. അതുകൊണ്ട് സ്പിരിച്വൽ ഓറിയന്റേഷൻ ഓഫ് ചിൽഡ്രൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പിരിച്വൽ ഓറിയന്റേഷൻ ബാല്യകാലം മുതലേ കൊടുക്കേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ ഓറിയന്റേഷൻ. മറ്റ് ടാലൻസ് ഒക്കെ നമ്മുടെ മക്കൾക്കും നമുക്കൊക്കെ ഉണ്ടെങ്കിലും ആ സമയത്ത് കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം ദ സ്പിരിച്വൽ ഓറിയന്റേഷൻ ആണ്. പേരൻസ് ഷുഡ് ഗീവ് സീരിയസ് സ്പിരിച്വൽ ഓറിയന്റേഷൻ ടു ദെയർ ചിൽഡ്രൻ. മാതാപിതാക്കൾ ഏറ്റവും മർമ്മപ്രധാനമായി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റ് ഒരു കാര്യങ്ങളും അല്ല. മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊള്ളും. വിദ്യാഭ്യാസം, മറ്റു താലന്തുകൾ, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ ആത്മീയമായ ഒരു ശിക്ഷണം അത് കൃത്യമായി കൊടുത്തതുകൊണ്ട് മാത്രമാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. അത് കൃത്യമായി കിട്ടാത്തവരാണ് ഞായറാഴ്ച ദേവാലയത്തിൽ വരാത്തത്.
കൃത്യമായി കിട്ടിയവര് ആരാധനാ കാര്യങ്ങളിലും അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ആത്മീയമായിട്ട് വിവേചിച്ചറിഞ്ഞ് അതിന് നല്ല തീരുമാനങ്ങൾ എടുത്ത് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും അവിടെയൊന്നും തളർന്നു പോകാതെ അവിടെയും ആത്മീയമായി അവിടെ ചേർന്ന് നിൽക്കുവാനുള്ള ആ ഒരു ഓറിയന്റേഷൻ അത് നമ്മളാണ് കൊടുക്കേണ്ടതില്ലെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഏറ്റവും കൊടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഈ മാതാപിതാക്കൾ ഈ കുഞ്ഞിന് യേശുവിന് കൊടുക്കുന്നതാണ്. 12 വയസ്സുള്ളപ്പോൾ പതിവ് പോലെ അവർ യെരൂശലേം ദേവാലയത്തിലേക്ക് പോയി അവനോടൊപ്പം അവനെയും കൈപിടിച്ചുകൊണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ ഓറിയന്റേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ മക്കളുടെ ചിന്തകൾ, അവരുടെ ആശയങ്ങൾ, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ നടപ്പുകൾ, അവരുടെ വഴികൾ, അവരുടെ ബന്ധങ്ങൾ, ഇതെല്ലാം എവിടെ നിന്ന് ഉണ്ടാകുന്നതാണ്? അവരുടെ ബാല്യകാലത്തിൽ അവർക്ക് കിട്ടുന്ന ഓറിയന്റേഷനിൽ നിന്നാണ്. ഒരുപക്ഷെ വൈദികരാകുന്നവരൊക്കെ ഉൾപ്പെടെ അവർക്കൊക്കെ കിട്ടിയ ഓറിയന്റേഷൻ അവരുടെ വീട്ടിൽ വല്യപ്പച്ചനോ വല്യമ്മച്ചിയോ അതുപോലെ പള്ളിയിൽ കൊണ്ടുപോകാൻ നിർബന്ധിച്ച് ഇല്ലെങ്കിൽ അവരെ അതുപോലെ ഓറിയന്റേഷൻ ചെയ്തതുകൊണ്ടാണ്. അതുകൊണ്ട് നിസാരമായിട്ട് കാണരുത്. നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ നിങ്ങളൊക്കെ പ്രായമുള്ളവരൊക്കെ വരുമ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ യുവതി യുവാക്കളും ഒക്കെ എവിടെയെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ ഗംഭീരമായ ആരാധനകൾ നടത്തുകയും ഗംഭീരമായിട്ടുള്ള ചടങ്ങുകൾ നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ നഷ്ടപ്പെടുത്തി കളയുന്ന, മറന്നു പോകുന്ന, ഓർക്കാതെ പോകുന്ന വരേണ്ടവരൊക്കെ വന്നോളൂ എന്നല്ല നമ്മൾ കൊടുക്കേണ്ട ഓറിയന്റേഷൻ. അത് വല്ലാതെ മാറി പോകുന്നു. അത് നിസ്സാരമായിട്ട് കാണുകയല്ല. സൺഡേ സ്കൂൾ പഠിച്ചതുകൊണ്ട് മാത്രം ആരും ആത്മീയമായിട്ട് വളരില്ല. അത് കൊടുക്കാവുന്നത് സഭയുടെ ഒരു പ്രവർത്തന ശൈലി മാത്രമായില്ല. പിന്നെയോ നാം കുടുംബത്തിൽ തന്നെ ആ സ്പിരിച്വൽ ഓറിയന്റേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കൊടുത്താൽ മാത്രമേ ക്രമമായി പ്രാർത്ഥിച്ച് ദൈവത്തെ നോക്കി ജീവിക്കുവാനുള്ള ധൈര്യം നമുക്ക് കിട്ടത്തുള്ളൂ, നമ്മുടെ മക്കൾക്ക് കിട്ടത്തുള്ളൂ. നമുക്കത് ലഭിച്ചു. അതിൽ ദൈവത്തെ സ്തോത്രം ചെയ്താൽ മാത്രം പോരാ, അത് അടുത്ത തലമുറയ്ക്കും കൂടെ കൊടുക്കണം. മറ്റു കാര്യങ്ങളൊന്നും കൊടുത്തത് കൊണ്ടായില്ല. വളരെ പ്രാധാന്യമുള്ള ഇന്നത്തെ കാലത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം മറ്റെല്ലാ തലത്തിലും നമ്മുടെ മക്കൾ മിടുക്കരാണ്. പഴയ കാലത്തേക്കാളും അല്ലേ എത്ര സുന്ദരമായിട്ടാണ് അവർ ജീവിക്കുന്നത്, എത്ര സുന്ദരമായിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ആഴമായൊരു ദൈവബോധ്യം അവർക്കുണ്ടോ എന്നുള്ളത് നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആഴമായൊരു ദൈവചിന്ത അവർക്കുണ്ടോ എന്നുള്ളത് നമ്മൾ അനുതാപത്തോടുകൂടെ കാണേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ തന്നെ കുറച്ച് പ്രായമായി കഴിഞ്ഞ് പള്ളിയിൽ പോകാൻ ഉപദേശിക്കുന്നതിനേക്കാൾ നല്ലത് കൈക്കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മടിയിൽ വെച്ചുകൊണ്ട് വേദപുസ്തകത്തിലെ വാക്യങ്ങൾ പറയുകയും പാട്ടുകൾ പാടുകയും ഒക്കെ ചെയ്ത് അത് സംസാരിക്കാൻ തുടങ്ങുമ്പം തന്നെ അകത്ത് നമ്മളൊരു ആത്മീയമായ നിക്ഷേപം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ, നമ്മുടെ മക്കളൊക്കെ അവർ ദൈവബന്ധത്തിൽ ശരിക്കും അവർ വളർന്നു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ അതിന് പകരം കയ്യിൽ നമ്മൾ മൊബൈൽ ഫോൺ കൊടുക്കുന്നത് വളരെ അപകടമാണ്. അത് കഴിവതും മാക്സിമം നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യുക. കഴിവതും നമ്മുടെ ക്രിസ്തീയ ഗാനങ്ങൾ പാടിയും നമ്മുടെ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ ചൊല്ലിയും എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞും ഇതൊരു പക്ഷേ സംസാരിക്കുന്നില്ലായിരിക്കാം. പക്ഷേ കുഞ്ഞുങ്ങൾ ഇതെല്ലാം ഗ്രഹിച്ച് ആ ഓറിയന്റേഷൻ അനുസരിച്ചാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ ലോകത്തെ കാണുന്നതും വളരുന്നതും. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ അത് നഷ്ടപ്പെടുത്തി കൂടാതെ കാത്തു സൂക്ഷിക്കണമെന്നുള്ള ഒന്നാമത്തെ ചിന്ത പങ്കുവെക്കുകയാണ്. രണ്ടാമതായിട്ട്, അവൻ ദേവാലയത്തിൽ പോയി, മാതാപിതാക്കൾ തിരിച്ചു വന്നു. 3 ദിവസമായിട്ടും തങ്ങളുടെ മകൻ കൂടെയില്ല എന്നവർ കണ്ടു. അവൻ യെരൂശലേമിൽ പാർത്തു. അവരുടെ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തു. ദേവാലയത്തിൽ ചെന്നു, നേർച്ചയിട്ടു, വഴിപാട് കഴിച്ചു. കഴിയുന്ന ഉടനെ പോകുന്ന ഒരു സ്വഭാവമാണ് നമുക്ക്. പക്ഷേ യേശു ക്രിസ്തു ദേവാലയത്തിൽ പാർത്തു. അനുഷ്ഠാനങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമല്ല ദേവാലയത്തിൽ വരുന്നത്. നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുവാൻ വേണ്ടി മാത്രമല്ല ദേവാലയത്തിൽ വരുന്നത്. അനുഷ്ഠാനങ്ങൾക്കപ്പുറം ദൈവബന്ധത്തിൽ ഇരിക്കാനുള്ള കർത്താവിൻ്റെ താല്പര്യം, അനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും അപ്പുറം, അതിനപ്പുറം സമയബന്ധിതമായി കുറച്ച് സമയം വന്ന് ചെലവഴിക്കുന്നതിനപ്പുറം നമ്മുടെ ഹൃദയവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ
അവിടെ ഇരിക്കുവാൻ തക്കവണ്ണം എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസിൽ മാത്രമല്ല, ഹൃദയം ദൈവത്തിൽ കേന്ദ്രീകൃതമായിരിക്കുവാൻ, അത് എവിടെയായാലും അതിൽ ശ്രദ്ധ ചെലുത്തുക എന്നുള്ളത്. ജോസഫും മറിയവും തിരിച്ചു വന്നപ്പോൾ കർത്താവ് അതാണ് തിരിച്ച് ഉത്തരം കൊടുക്കുന്നത്. നിങ്ങൾ എന്തിനു വിഷമിക്കുന്നത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലല്ലയോ? നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലല്ലയോ? അവൻ്റെ വാക്ക് കേട്ടവർക്കെല്ലാം വിസ്മയം തോന്നി. ഇവൻ ചോദിക്കുന്നതെല്ലാം കേട്ടിട്ട് അവർക്ക് വിസ്മയം തോന്നി. മാതാപിതാക്കൾ ആശ്ചര്യപ്പെട്ടു. കാരണം വലിയ വലിയ കാര്യങ്ങളും ദൈവികമായ കാര്യങ്ങളും ഗുരുക്കന്മാരോടെല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയാണ്. നമുക്ക് ദൈവബന്ധത്തിലും ദേവാലയ ബന്ധത്തിലും പിന്നീട് അതിനുള്ളൊരു പ്രോത്സാഹനം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് പലപ്പോഴും നമ്മൾ ഇത് കഴിഞ്ഞ് പലപ്പോഴും അതിനെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ വളരെ ഇന്നത്തെ കാലത്ത് പറയും, ഗോസ്പൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഗോസിപ്പ് പറയുന്ന കാലമാണ്. സുവിശേഷം പറയുന്നതും ആർക്കും താല്പര്യമില്ല. സുവിശേഷം പറയുന്നതിനേക്കാൾ നാട്ടിൽ നടക്കുന്ന ഒരർത്ഥവുമില്ലാത്ത കഥകൾ നമുക്ക് അയവിറക്കുന്നതും പങ്കുവെക്കുന്നതുമാണ് ഏറ്റവും താല്പര്യം. യാതൊരു പ്രയോജനവും ഇല്ല, സമയം കളയാമെന്നല്ലാതെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ദേവാലയ ബന്ധത്തിൽ അവർ ഇരുന്നപ്പോൾ പിന്നീടും ക്രിസ്തു അവിടെ തന്നെ ആകാൻ ശ്രമിക്കുകയാണ്. നമ്മളും ദേവാലയ ബന്ധത്തിലും ദൈവിക ബന്ധത്തിലും ഇരിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ നഷ്ടപ്പെട്ട് ഇല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടുപോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ ഈ ലോകത്തുണ്ട്, ചുറ്റുപാടുമുണ്ട്. പക്ഷേ അത് നഷ്ടപ്പെടുത്താതെ അതിൽ മുറുകെ പിടിക്കുവാനുള്ള ആ ഒരു മനസ്സ് നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. കാര്യങ്ങളെല്ലാം അറിഞ്ഞു. ഒരു പിതാവ്, റഷ്യയിലെ ഒരു വേദശാസ്ത്രജ്ഞനായ കലിസ്റ്റോസ് വെയർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇൻ ഓൾഡ് ഡേയ്സ് പീപ്പിൾ ന്യൂ എ ലിറ്റിൽ ബട്ട് അണ്ടർസ്റ്റുഡ് എ ലോട്ട്. പഴയ കാലത്ത് മനുഷ്യരൊക്കെ കുറച്ചേ അറിവുണ്ടായിരുന്നുള്ളൂ, പക്ഷെ കൂടുതൽ മനസ്സിലാക്കുമായിരുന്നവർ. എന്നാൽ ഇന്ന് ആൻഡ് നൗ പീപ്പിൾ നോ എ ലോട്ട് ബട്ട് അണ്ടർസ്റ്റാൻഡ് നത്തിങ് അറ്റ് ഓൾ. എന്നാൽ ഇന്ന് മനുഷ്യർക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം, പക്ഷെ ഒരു കാര്യവും മനസ്സിലാക്കുന്നില്ല. പണ്ടത്തെ മനുഷ്യർക്ക് കാര്യങ്ങൾ കുറച്ചേ അറിയത്തുള്ളൂ, അവർക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും അറിയത്തില്ല ലോകത്തെ പറ്റിയൊന്നും. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളുടെ മക്കളെ തന്നെ ശ്രദ്ധിച്ചാൽ മതി, ഒത്തിരി നമ്മളെക്കാൾ അറിവുണ്ട് അവർക്ക്. ഗൂഗിൾ മുഴുവനും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിലാണ്, നമ്മുടെ കയ്യിലാണ്. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് അത് കുറഞ്ഞു പോകുന്നു എന്നുള്ളത്. കാര്യങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കഴിവ് നമുക്ക് കുറഞ്ഞു പോകുന്നു എന്നുള്ളത്. അതുകൊണ്ട് ക്രിസ്തു ഇവിടെ ഒരു കാര്യം അറിഞ്ഞ ഉടനെ അവിടുന്ന് പോവുകയല്ല, പിന്നെയോ അവൻ അതിനെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കി അത് അണ്ടർസ്റ്റുഡ് ആക്കാനായിട്ടുള്ള ആ ഒരു താല്പര്യം. അതുകൊണ്ട് കാര്യങ്ങൾ ഒത്തിരി അറിയുക എന്നുള്ളതല്ല, കുറച്ചറിഞ്ഞാലും മനസ്സിലാക്കി പ്രവർത്തിക്കുന്നിടത്താണ് ജീവിതത്തിൻ്റെയും നമ്മുടെ സമൂഹത്തിൻ്റെയും ഇടവകയുടെയും എല്ലാം വിജയം എന്ന് പറയുന്നത്. അല്ലാതെ ഒത്തിരി കാര്യങ്ങൾ അറിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമല്ല. അറിയുന്നത് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു താല്പര്യം നമുക്കുണ്ടാവണം. എന്നാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഭംഗിയിൽ, അതിൻ്റെ മനോഹാരിതയിൽ, അതിൻ്റെ എല്ലാവർക്കും പ്രയോജനകരമായ രീതിയിൽ അത് പ്രവർത്തിക്കണമെങ്കിൽ മനസ്സിലാക്കി കാര്യങ്ങൾ പോകണം. വ്യക്തിപരമായ മനസ്സിലാക്കലുകൾ, നമ്മൾ ഒത്തിരി കൗൺസിലിങ്ങുകൾ കേട്ടോട്ട് കാര്യമുണ്ടോ? നമ്മളല്ലേ വ്യക്തിപരമായ ബന്ധങ്ങളിൽ ജീവിക്കുന്നത്, കുടുംബ ബന്ധങ്ങളിൽ ജീവിക്കുന്നത്. അവിടെ മനസ്സിലാക്കാതെ നമ്മൾ ക്ലാസ്സുകൾ കേട്ടതുകൊണ്ട് മാത്രമായില്ല, മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കാര്യങ്ങൾ പോയാൽ മാത്രമേ കാര്യങ്ങളെ വിവേചിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കൂ എന്നുള്ളതാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു തൻ്റെ ബാല്യകാലത്ത് മാതാപിതാക്കളോടൊപ്പം ദേവാലയ ബന്ധത്തിൽ ജീവിച്ചെങ്കിൽ the spiritual orientation is very important in our life. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ആത്മീയമായ നിഷ്ഠ, ചിട്ട അത് നഷ്ടപ്പെടുത്തി കളയാതെ കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ ലോകത്തിൻ്റെ വഞ്ചനയിൽ നിന്നും തിന്മകളിൽ നിന്നെല്ലാം നമ്മുടെ മക്കൾ നമ്മുടെ ഹൃദയത്തോട്, നമ്മുടെ മാറോട് ചേർന്നിരിക്കാൻ അവരെ കിട്ടൂ എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.